ഹായ്, നമസ്കാരം. ആരോമലാണേ. കുറേ ദിവസമായില്ല നമ്മൾ വീഡിയോ കണ്ടിട്ട്. എന്നാ ഉണ്ട് എല്ലാവർക്കും വിശേഷമൊക്കെ? ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നാട്ടിലല്ല, ഇടുക്കിന്ന് പോന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. നമ്മൾ എറണാകുളത്തേക്ക് പോരുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് എറണാകുളത്താണ്. എറണാകുളം ജില്ലയിൽ ഇപ്പോൾ നമ്മൾ ഇരുമ്പനം ഭാഗത്ത് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ എറണാകുളത്ത് വന്നു. തൃപ്പൂണിത്തറയിൽ നിന്നാണ് നമ്മളൊരു വണ്ടി റെൻ്റ് എടുത്തിട്ടുണ്ട്. രാവിലെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു, കാരണം രാവിലെ നമ്മൾ എപ്പോഴാണെങ്കിലും പോരുന്ന സമയം അവിടുന്ന് പോരുമ്പോൾ വെളുപ്പിനെയായിരിക്കും. അപ്പോൾ ആ സമയത്ത് വീഡിയോ എടുക്കുന്നത് അത്ര പോസിബിൾ അല്ല, കാരണം ഇരുട്ടൊക്കെ ആയിരിക്കും. വീഡിയോ എടുത്തിട്ടും കാര്യമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് 2-3 വണ്ടി മാറി കയറി ഇന്ന് പോകുന്നത്. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയ അവസ്ഥയല്ലായിരുന്നു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാനൊരു 10:30 അടുത്തായി തൃപ്പൂണിത്തറ എത്തി. ഇപ്പം തൃപ്പൂണിത്തറ വന്ന് നമ്മൾ രമേഷ് എന്ന് പറയുന്ന ഒരാളുടെ വണ്ടി എടുത്തിരിക്കുന്നത് റെൻറ്റിന്. എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് റെഡിയാക്കിയാണ് ഈ വണ്ടി. ഇവിടെയുള്ള ആളിവിടെ ഊബർ ഓടുന്നതാണ്. അപ്പോൾ അങ്ങനെ എടുത്തിരിക്കുന്ന വണ്ടിയാണ്. നമ്മൾ ഊബറെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ട്രിപ്പും കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ല. അതുപോലെ നമ്മൾ ഇനിയിപ്പം കുറച്ച് നാൾ എറണാകുളത്ത് ഉണ്ടാവും. കാരണം ഇപ്പം വലിയ വണ്ടിയിൽ പോകുന്ന കാര്യത്തിനാണെങ്കിലും നമ്മൾ ഇവിടെ ആണെങ്കിൽ നമുക്ക് പോകാനും പുള്ളി ആൾ വിളിക്കുമ്പോൾ ഉടനെ ചേട്ടായി വിളിക്കുമ്പോൾ ഉടനെ പോകാൻ നമുക്ക് എളുപ്പമുണ്ട്. അതുകൊണ്ട് എന്തായാലും കുറച്ച് നാൾ ഇനിയിപ്പം എറണാകുളത്ത് തന്നെ കാണുന്നു കേട്ടോ. നമ്മുടെ വണ്ടിയുടെ ഉൾഭാഗം അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല, നീറ്റ് വണ്ടിയാണ്. 2017 മോഡൽ വണ്ടിയാണ്. വണ്ടിയുടെ ബോഡി ഭാഗം കൂടി ഒന്ന് കാണിക്കാം. എൻ്റെ മുമ്പിരുന്ന വണ്ടി റെഡ് കളർ തന്നെയായിരുന്നു. ഇതും റെഡ് കളർ തന്നെയാണ് വണ്ടി. ബോഡിയും കുഴപ്പമൊന്നുമില്ല, നീറ്റാണ് വണ്ടി. നേരത്തെ ഇരുന്നും ചെറിയ വണ്ടി തന്നെയായിരുന്നു. ഞാൻ വലിയ വണ്ടിയാണ് നോക്കിയിരുന്നത്, പക്ഷെ അത് ഞാൻ എത്തിയപ്പോഴത്തേക്കും അത് വേറെ ആൾ റെൻറ്റിന് എടുത്തു. എന്തായാലും കുഴപ്പമില്ല, നല്ല വണ്ടിയാണ്. വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും ഈ വണ്ടി നമ്മളോട് ഇനി കുറച്ച് നാൾ കാണും. നമ്മുടെ വീഡിയോയ്ക്കകത്താണെങ്കിലും അതുപോലെ കുറച്ച് നാൾ നമ്മളോട് ഈ വണ്ടിയും കാണും. സീറ്റും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. ഇതുപോലെ വണ്ടിക്ക് സ്പേസ് മറ്റ് സെഡാൻ ടൈപ്പ് വണ്ടിയെ വെച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും കേട്ടോ. ആ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് അത്രയും സ്പേസിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് അതുപോലെ ലോങ് ട്രിപ്പുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കിട്ടുന്നില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് അത്രയും സ്പേസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം ലോക്കൽ ഓടാനായിട്ട് മാത്രമാണ് ഇത് ഊബർ നമുക്ക് ഇൻറ്റൻസിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ടെങ്കിൽ പോലും നമ്മുടെ ഈ ചെറിയ വണ്ടികൾക്ക് അത്രയും കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഈ വണ്ടി മതി, E1 മതി. ഞാൻ ഡിസൈർ ആണ് നോക്കിയത്, അത് കിട്ടിയില്ല, വന്നപ്പോഴത്തേക്കും കിട്ടിയില്ല. എന്തായാലും ഇനിയിപ്പോൾ എറണാകുളത്തെ കുറച്ച് നല്ല നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നു. കാരണം ഞാൻ നിങ്ങൾക്കത് ഉറപ്പ് തരുന്നത്, ഞാൻ ഈ ട്രിപ്പിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് പല സ്ഥലത്തും എറണാകുളം ജില്ലയുടെ പല ഭാഗത്തും നല്ല നല്ല സ്ഥലങ്ങളിലൂടെയൊക്കെ പോകാറുണ്ട്. അപ്പം ഞാനത് പോകാനായിട്ട് പോകുന്നതല്ലോ, ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് പോകുന്നതാണ്. അപ്പം പല നമ്മൾ വിചാരിക്കാത്ത, അല്ല ഇതുവരെ ആരും എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങളൊക്കെ എനിക്ക് വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ ഇതിനു മുമ്പ് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഒക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ നമുക്ക് യൂട്യൂബ് നമ്മുടെ ചാനൽ അത്രയും ആക്റ്റീവ് അല്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇതുവരെ ഉണ്ടായിരുന്ന പോലെ മുന്നോട്ട് സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കിനി എന്തായാലും എറണാകുളത്ത് നല്ല നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെ തുടർന്ന് എല്ലാ ദിവസവും വീഡിയോ ഉണ്ടാകുന്നതായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ ഭക്ഷണം കഴിക്കാനുള്ളൊരു ചെറിയ കട നോക്കണം. കാരണം ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല. എന്തെങ്കിലും കഴിക്കാനുള്ള ചെറിയ കട നോക്കണം. കുറച്ച് മുന്നോട്ട് എന്തായാലും പോയി നോക്കാം. ഞാൻ നിൽക്കുന്നത് ഇരുമ്പനം ജംഗ്ഷനിൽ നമ്മൾ വൈറ്റിൽ പോകുന്ന റൂട്ടിലാണ്. ഈ റൂട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ഇതിലൂടെ ഒന്ന് മുന്നോട്ട് പോയി കട എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. നമ്മളിത് ഈ കാണുന്നിടത്ത് ഇവിടെ ആയിട്ട് വണ്ടി ഇട്ടു കേട്ടോ. വണ്ടി ഇട്ട് ഇത് വൈറ്റിലേക്ക് പോകുന്ന റൂട്ടാണ്. അപ്പോൾ തൊട്ടടുത്താണ്. ഈ കടയിൽ കയറി ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അവിടെ എന്താ ഉള്ളതെന്ന് ഞാൻ പാർസൽ മേടിക്കുന്നേ ഉള്ളൂ കേട്ടോ. പാർസൽ മേടിച്ച് വണ്ടിക്കകത്ത് വെച്ച് കഴിക്കുന്നേ ഉള്ളൂ. എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് എന്താ ഉള്ളതെന്ന് നോക്കിയിട്ട് വരാം. ചെറിയൊരു കറി മേടിച്ചു കേട്ടോ. ചോറ് വീട്ടിൽ നിന്ന് വൈഫ് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ചോറുണ്ടായിരുന്നു. കറി ഒരെണ്ണം വാങ്ങിച്ചു. ആ കാണുന്ന ഹോട്ടലിൽ നമ്മൾ മേടിച്ചത്, ആ കാണുന്നത് നാടൻ രുചി എന്ന് പറയുന്നത്. വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പോൾ കറിയൊക്കെ എങ്ങനെയുണ്ടോ തുറന്ന് നോക്കാം. കൊഴുവയാണിത്, 50 രൂപ കേട്ടോ. ഇത് കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. ചോറ് കൊണ്ടുവരുന്നുണ്ട്. ചോറ് എങ്ങനെയായി അവസ്ഥ എന്നറിയത്തില്ല. എന്തായാലും ചോറ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആ കാണുന്ന നാടൻ രുചി എന്ന് പറയുന്ന കടയിൽ നമ്മൾ
ചെറിയ കൊഴുവ മേടിച്ചു. കൊഴുവ ഫ്രൈ മേടിക്കേണ്ട കാര്യമില്ലായിരുന്നു, കറികൾ ആവശ്യത്തിനുണ്ട്. വീട്ടിൽ രാവിലെ എഴുന്നേറ്റ് നമ്മൾ സാമ്പാറുണ്ട്, മുട്ടയുണ്ട്, ഇതെന്തൊരു തോരൻ, പയറുതോരനാണെന്ന് തോന്നുന്നു, ബീട്രൂട്ടുണ്ട്. നമ്മൾ മേടിച്ച കൊഴുവ ഫ്രൈ. കൊഴുവ മേടിക്കേണ്ട കാര്യമില്ലായിരുന്നു, ഇത്രയും കാര്യമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. രാവിലെ എഴുന്നേറ്റ രാവിലെ എഴുന്നേറ്റ് 4:30 എങ്ങാണ്ടായപ്പോൾ എഴുന്നേറ്റ് റെഡിയാക്കി. ഞാൻ 5 മണി 5:30 ഞാൻ വീട്ടിൽ നിന്ന് പോരുന്നത്. ആ സമയം ഉണ്ടാക്കി റെഡിയാക്കി തന്നതാണ്. വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ആഹാരത്തിന് അത്രയൊന്നും ഇവിടുന്ന് പറ്റില്ല കേട്ടോ. ഇവിടുന്ന് ഒരാഴ്ച നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മതിയാവും. വീട്ടിൽ നിന്ന് കൊണ്ടുവന്നോട്ടോ വണ്ടിക്കകത്തിട്ട് കഴിക്കുന്നു, അല്ലെങ്കിൽ വണ്ടിക്കകത്തിട്ട് കഴിക്കാറില്ല. കാരണം സ്മെല്ലും കാര്യങ്ങളൊക്കെ ആവും വണ്ടിക്കകത്തിട്ട് അങ്ങനെ കഴിക്കാറില്ലാത്തതാണ്. ഇപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ വന്നതുകൊണ്ട് നമുക്ക് ഹോട്ടലിൽ കയറി പിന്നെ കഴിക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ട് വണ്ടിക്കകത്തിരുന്ന് കഴിക്കുന്നതാണ്. ഇനി എറണാകുളം ജീവിതത്തിൽ അവസാനത്തെ വീട്ടിൽ നിന്നുള്ള ആഹാരം കഴിപ്പം. ഇനി വീട്ടിൽ ചെന്നതിന് ശേഷം ഈ ആഹാരം കിട്ടുള്ളൂ. ഇനി എല്ലാ ദിവസവും ഇവിടുത്തെ അത്ര കുഴപ്പമില്ലാത്ത, എന്നാൽ കുഴപ്പമുണ്ടെന്ന് വെച്ചാൽ കുഴപ്പമുള്ള ആഹാരമേ കിട്ടുള്ളൂ. അതുകൊണ്ട് ആസ്വദിച്ച് കഴിക്കുക. എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇതൊരു ട്രിപ്പുകളൊന്നും അടിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് അതോർക്കുമ്പോഴേ ടെൻഷൻ. നമ്മുടെ ആപ്ലിക്കേഷൻ എന്തെങ്കിലും കുഴപ്പമാണോ അതോ പൊതുവെ ട്രിപ്പ് കുറവായിട്ടൊന്നും അറിയത്തില്ല. നമ്മൾ സ്ഥിരം ഓടിക്കൊണ്ടിരുന്നപ്പോൾ ഓക്കെയാണ്, നമുക്ക് അറിയാമായിരുന്നു. അപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നു 5 മാസം ഗ്യാപ്പ് ഉണ്ട്. 5 മാസത്തിന് ശേഷം ഞാൻ വീണ്ടും ഇത് ഓടാനായിട്ട് ഇവിടെ ഇറങ്ങുന്നത്. ഇപ്പം വണ്ടിയൊക്കെ കാലുവണ്ടിയൊക്കെ ഇവിടെ പോകുന്നുണ്ട്, എല്ലാം കാര്യമാണ് പോകുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ ഉച്ച സമയത്ത് പൊതുവെ ട്രിപ്പ് കുറവാണ്, അതിൻ്റെ ആണെന്നും അറിയത്തില്ല. എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം, അതിന് ശേഷം കാണാം. നമ്മൾ തൈക്കുളത്ത് തന്നെയാണ് നിൽക്കുന്നത്, തൈക്കുളത്താണ് നിൽക്കുന്നത്. ഇവിടെ ഒരു ചേട്ടൻ ഓറഞ്ച് വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് 1 കിലോ ഓറഞ്ചൊക്കെ മേടിച്ച് വണ്ടിക്കകത്ത് വെച്ചു. നമുക്ക് ഇവിടെ നല്ല ചൂടാണെന്ന് അറിയാമല്ലോ. അപ്പം ഡ്രൈവേഴ്സിന് എപ്പോഴും പറ്റുന്ന കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയത്ത് ഭക്ഷണം കഴിക്കലോ വെള്ളം കൂടി ഒന്നും നടക്കുന്നില്ല. അപ്പം ഇന്ന് വലിയ തിരക്കില്ലാന്ന് തോന്നുന്നു. ട്രിപ്പ് ഒന്നും നമുക്ക് അടിച്ചിട്ടില്ല. അതുകൊണ്ട് ഇച്ചിരി ഓറഞ്ച് ഞാൻ മേടിച്ച് വണ്ടിക്കകത്ത് വെച്ചു. നമുക്കിത് എവിടെയൊക്കെ നിർത്തുമ്പോൾ കഴിക്കാം. വെള്ളം കൂടി നല്ല നടക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് മേടിച്ച് വണ്ടിക്കകത്ത് വെക്കുവാണെങ്കിൽ ഇനി അഥവാ ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ലെങ്കിലും ഇതൊക്കെ കഴിച്ചാണ്. ഞാൻ മുമ്പ് തന്നിട്ടിപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇതിപ്പോൾ 1 കിലോ ഓറഞ്ച് മേടിച്ച് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പം ട്രിപ്പൊക്കെ അടിക്കാൻ നോക്കി നിൽക്കുകയാണ്. മഴ മുകളിലൊന്നും ഇല്ല, നല്ല ചൂടാണ്. ഈ വണ്ടി സ്റ്റാർട്ടിംഗ് ആയിട്ട് കേസ് ഇട്ടിരിക്കുകയാണ്. നല്ല ചൂടാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇടുക്കിയിൽ നിന്ന് വരുമ്പോൾ നമുക്ക് അവിടുത്തെ ആളുകൾക്ക് ഇവിടെ വരുമ്പോൾ കുറച്ച് പാടായിരിക്കും, കുറച്ച് ദിവസത്തേക്ക്. എനിക്കത് കുഴപ്പമില്ലാണ്ടായതായിരുന്നു. പക്ഷേ ഇപ്പം വീണ്ടും ഉത്തരവാദിയില്ലേ സ്ഥിരം ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് ചൂട് ഉണ്ട്, വേർത്ത് കുഴിച്ച് മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് വണ്ടിക്ക് തരിക്കുന്നത് ഭക്ഷണം കഴിച്ചതിന് ശേഷം. ഇപ്പം ഇവിടുന്ന് ട്രിപ്പ് അടിച്ചില്ലെങ്കിൽ നമ്മൾ നേരെ മുന്നോട്ടേക്ക് പോകേണ്ടി വരും കേട്ടോ. കുറച്ച് നമ്മൾ വണ്ടി മാറ്റിയൊക്കെ ഇടേണ്ടി വരും. ഇപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വൈറ്റിലയാണ്. അവിടുന്ന് ഇങ്ങോട്ട്, അതായത് മുന്നോട്ട് പോയതിന് ശേഷം ലെഫ്റ്റ് കട്ട് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ കുണ്ടന്നൂർ ഭാഗത്തേക്ക് നമുക്ക് പോകാം. ഇല്ലെങ്കിൽ നമുക്ക് വൈറ്റില എടപ്പള്ളി ആ ഭാഗത്തേക്ക് പോകാം. അപ്പോൾ എന്തായാലും കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. വെയിറ്റ് ചെയ്തതിന് ശേഷം പോകാമെന്നാണ്. നമുക്ക് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമുക്ക് കാര്യം ഓടുന്ന നഷ്ടവുമാണ്. വണ്ടി ഒരിടത്ത് ഇട്ട് കഴിഞ്ഞാലും നമുക്ക് നഷ്ടമാണ്. കാരണം നമുക്ക് റെൻറ്റിനേലും ഓടണ്ടേ. അപ്പം കുറച്ച് അവിടെ ചിലപ്പോൾ മാറ്റിയിടേണ്ടി വരും. മാറ്റിയിട്ട് ട്രിപ്പ് കിട്ടുകയാണെങ്കിൽ ഓക്കെയാണ്, അല്ലെങ്കിൽ അത് മാറ്റിയിടുന്ന ഇന്ധനവും നമുക്ക് നഷ്ടമാവും. CNG വണ്ടിയാണിത്. CNG വണ്ടി ആയതുകൊണ്ട് തന്നെ എല്ലാ പമ്പിലും നമുക്ക് CNG കിട്ടില്ല. അപ്പം നമ്മൾ പോകുമ്പം CNG പമ്പ് കാണുകയാണെങ്കിൽ കയറി ഫില്ല് ചെയ്തിടുക എന്നുള്ളതേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ CNGയുടെ നീഡിലും കാര്യങ്ങളൊക്കെ വരുന്നത്. കാണാവുന്നു ഈ കാണുന്നത്. ഇതിപ്പോൾ നമുക്ക് ഗ്യാസിലാണ്, ഇത് പെട്രോളിൽ. വണ്ടി സ്റ്റാർട്ടിങ്ങിലാവുമ്പം കുറച്ച് സമയത്തേക്ക് പെട്രോളിലായിരിക്കും. ഇത് നമ്മളിപ്പോൾ ഫുൾ CNG അടിച്ചതാണ്. കാണാൻ പറ്റുന്നുണ്ടോ? ഫുൾ CNG അടിച്ചതാണത്. അപ്പോൾ ആ പോയിൻ്റ് കുറയുന്നതനുസരിച്ച് നമുക്ക് CNGയുടെ അളവ് കുറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ പെട്രോൾ നമ്മുടെ സാധാരണ പെട്രോളിൻ്റെ ഇതുണ്ട് അളവറിയാനായിട്ടുള്ളത്. വണ്ടി പെട്രോളിലാണോ CNGയിലാണോ ഓടുന്നതെന്ന് നമുക്ക് ഈ ഗേജ് നോക്കി ഇതേ മാത്രം നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ബാക്കി ഈ CNG വണ്ടിയുടെ കുറച്ച് അതിൻ്റെ കുറ്റിയും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ഫ്രണ്ടിലാണ് അത് ഫില്ല് ചെയ്യുന്ന നീഡിലുണ്ട്. അതൊക്കെ ഞാൻ വൈകിട്ട് വണ്ടി ഒതുക്കം കാണിക്കാം കേട്ടോ.
ഇപ്പോൾ പുറത്ത് നല്ല ചൂടാണ്. ഞാൻ കുറച്ച് വണ്ടി മാറ്റി ഇടാനുള്ളൊരു പ്ലാനിങ് നിൽക്കുകയാണ്. കാരണം ഇവിടെ കുറച്ച് ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ ഒതുക്കിയത്. ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ ട്രിപ്പുകൾ കിട്ടുന്നത് ഇതുപോലുള്ള ഫ്ലാറ്റുകൾ, അല്ലെങ്കിൽ ലുലു, ഒബ്രോണ്, അതുപോലെ ഫോറം മാൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഫ്ലാറ്റ് കണ്ടുകൊണ്ടാണ് ഇവിടെ ഇട്ടത്. എന്നാലും കുറച്ചായിട്ട് നമുക്ക് ഇവിടെ തന്നെ നിന്ന് നോക്കാം. നമ്മൾ ആദ്യം വണ്ടി ഇട്ടിരുന്ന സ്ഥലത്തുനിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്ന നമ്മൾ വൈറ്റിലയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്നു കേട്ടോ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് പാലാരിവട്ടത്താണ്. പാലാരിവട്ടം മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ആ മുന്നിൽ കാണുന്നതാണ് പാലാരിവട്ടം മെട്രോ സ്റ്റേഷനാണ്. ആ മുന്നിൽ കാണുന്നത് ചെറിയൊരു ഇതായിട്ട് കാണുന്നുണ്ട്. അത് നമ്മൾ റെനെ മെഡിസിറ്റി അവിടെ നിൽക്കുകയായിരുന്നു. റെനെ മെഡിസിറ്റി ആയി കാണുന്നത്. റെനെ മെഡിസിറ്റി എനിക്ക് എപ്പോഴും ഒരു ആശയമുള്ളൊരു സ്ഥലമായിരുന്നു ട്രിപ്പ് എടുക്കാനായിട്ട്. ഉണ്ടോ റെനെ മെഡിസിറ്റി? ഇന്ന് അവിടെ നിന്നും വലിയ ഇതൊന്നുമില്ല. ഇതുവരെ നമുക്ക് ട്രിപ്പൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ചിലപ്പോൾ നമ്മൾ 5 മാസം അടുത്തിപ്പം ആയിരുന്നു ട്രിപ്പൊക്കെ എടുത്തിട്ട്, അതുകൊണ്ടായിരിക്കാം. എന്തായാലും ഇതുവരെ ട്രിപ്പുകളൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ സാധാരണ രാത്രി ഒരു 10-12 മണി വരെയൊക്കെ നിൽക്കാറുണ്ട്. അപ്പം ഇന്നും മിക്കവാറും അങ്ങനെ നിൽക്കേണ്ടി വരും. എന്തായാലും ഇതുവരെ ട്രിപ്പൊന്നും കിട്ടിയിട്ടില്ല. എന്താ വെച്ചാൽ നമ്മൾ ഇത്ര സ്ഥലങ്ങൾ മാറി നോക്കി, എന്നാലും ട്രിപ്പുകളൊന്നും അടിച്ചില്ല. യാത്രയെന്ന് പറയുന്ന ആപ്പുണ്ട്, അതിന് ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പ്രിഫറൻസ് ആണ് പോകുന്നത്. അതായത് 5 ഡ്രൈവർമാർക്കാണ് ആ ട്രിപ്പ് പോകുന്നത്, ഒന്നിച്ചാണ് പോകുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യം ഏറ്റവും അടുത്ത് ബുക്ക് ചെയ്യുന്ന റൈഡറിൻ്റെ ഏറ്റവും അടുത്തുള്ള ആദ്യത്തെ ആ ഡ്രൈവർക്കായിരിക്കും ചെല്ലുന്നത്. അപ്പോൾ അത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഊബർ ഇതുവരെ ട്രിപ്പുകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. വണ്ടികളൊന്നും, ടാക്സി വണ്ടികളൊന്നും അങ്ങനെ കാണാനില്ല. ഇടയ്ക്കൊക്കെ ഓരോ വണ്ടികൾ പോകുന്നുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അതൊരു ടാക്സി വണ്ടിയാണ് പോകുന്നത്. അത് സെഡാൻ വണ്ടിയാണ് കേട്ടോ. അല്ലാതെ വേറെ വണ്ടികളൊന്നും അങ്ങനെ റോഡിലില്ല. പിന്നെ ഈ ഒരു സമയമൊക്കെ ആദ്യം ട്രിപ്പുകൾ അടിച്ച് തുടങ്ങേണ്ടതാണ്. ട്രിപ്പുകൾ അടിച്ച് തുടങ്ങുന്നുള്ളൊരു പ്രതീക്ഷയിൽ എന്തായാലും നമ്മളിപ്പം നിറയെ പാലാരിവട്ടത്ത് തന്നെ വെയിറ്റ് ചെയ്യുകയാണ്. എന്തായാലും നമുക്ക് നോക്കാം. അവസാനം റെനെ മെഡിസിറ്റി എന്നെ രക്ഷിച്ചു കേട്ടോ. അവിടുന്ന് ഒരു ചെറിയ ട്രിപ്പ് കിട്ടി. 5 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളായിരുന്നു. പക്ഷെ നമുക്ക് ട്രിപ്പ് എന്തായാലും കിട്ടി. ഊബറിലാണ് ട്രിപ്പ് കിട്ടിയത്. അപ്പോൾ നമുക്ക് അത്ര നേരം ഇരുന്നപ്പോൾ ടെൻഷനായി പോയി. കാരണം ഇനി ആപ്ലിക്കേഷൻ എന്തായാലും പ്രശ്നം ഉണ്ടായിട്ടാണോ എന്ന് ഓർത്തിട്ട്. എന്തായാലും ഇപ്പം ഒരു ട്രിപ്പ് കിട്ടി. ഞാനിപ്പം ഹൈക്കോർട്ട് ജംഗ്ഷൻ ഭാഗത്തേക്കാണ്. ഹൈക്കോർട്ടിൻ്റെ ബാക്ക് സൈഡാണിത്. അവിടേക്കായിരുന്നു ട്രിപ്പ്. എന്തായാലും അവിടെ വന്ന് കിടക്കുകയാണ്. ഇനിയിപ്പോൾ രാത്രി വരെ ഓടും. രാത്രി വരെ ഓടിയാലേ എന്തായാലും ആവുള്ളൂ. കാരണം ഇന്ന് ഓടിയിട്ടേ ഇല്ലല്ലോ. ഇന്ന് ആദ്യത്തെ ട്രിപ്പല്ലേ ഇപ്പോൾ കിട്ടുന്നത്. അതുകൊണ്ട് നാളെ തൊട്ട് രാവിലെ ട്രിപ്പ് കിട്ടുമായിരിക്കും കേട്ടോ. കാരണം നമ്മളിന്ന് ഇത്ര ലേറ്റായിട്ട് ജോയിൻ ചെയ്യുന്ന ദിവസം എല്ലാം ഇതുപോലെ ആയിരിക്കും ട്രിപ്പ് കിട്ടുന്നത്. ട്രിപ്പ് നമുക്ക് കിട്ടുന്ന സമയവും താമസിച്ചായിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ രാവിലെ കുറച്ച് നേരത്തെ ഇറങ്ങുവാണെങ്കിൽ, ഞാൻ നേരത്തെ ഇറങ്ങിക്കൊണ്ടിരുന്നു, അപ്പം അതുപോലെ ഇറങ്ങുവാണെങ്കിൽ വൈകുന്നേരം വരെ ആ ഒരു ഫ്ലോയിലങ്ങ് പൊക്കോളും. അപ്പോൾ എന്തായാലും അടുത്തൊരു ട്രിപ്പ് കൂടെ കിട്ടുന്ന നോക്കി ഇങ്ങനെ ഇരിക്കുക. 6:30 ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് 3 ട്രിപ്പാണ് ഇന്ന് കിട്ടിയത് ആകെ. ഊബറിൽ ആണ് 3 ട്രിപ്പ് കിട്ടിയത്. യാത്ര എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്, അതിനകത്ത് ഇന്ന് ട്രിപ്പുകൾ അടിച്ചു. പക്ഷെ നമുക്കത് എടുക്കാൻ പറ്റില്ല. അത് പെട്ടെന്ന് ഡ്രൈവർ അസൈൻ ചെയ്ത് പോകുന്നത് നമുക്ക് എടുക്കാനുള്ള സമയം ഒരു സെക്കൻഡ് പോലും കിട്ടില്ല. അപ്പം ഏറ്റവും അടുത്തുള്ള ആൾക്കാണ് ആ ട്രിപ്പ് ചെയ്തത്. അപ്പം അങ്ങനെ അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. അത് മാത്രമല്ല, പിന്നീടാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന വണ്ടിയുടെ ഡീറ്റെയിൽസ് അല്ല, അത് ഞാൻ നേരത്തെ ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടിയുടെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോഴും യാത്രി എന്ന് പറയുന്ന ആപ്പിനകത്ത് ഇതായി കിടക്കുന്നത്, രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് ഞാൻ മാറ്റിയതാണ്, പക്ഷേ അത് എന്തോ ഇതുവരെ മാറിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ ആപ്ലിക്കേഷൻ ഇപ്പോൾ നമുക്ക് റൈഡ് എടുക്കാൻ പറ്റില്ല. കാരണം അതിനകത്ത് എടുത്തു കഴിഞ്ഞാൽ ആളുകൾ നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യില്ല. കാരണം ഞാൻ മുമ്പ് ഓടിച്ചിരുന്ന വണ്ടിയുടെ നമ്പറല്ല അവർ നോക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതിൽ ട്രിപ്പ് കിട്ടിയാലും പറ്റില്ല. ഇപ്പോൾ നിലവിൽ ഇനിയിപ്പോൾ അത് റെഡിയാകുന്ന വരെ ഊബറിൽ മാത്രം ട്രിപ്പുകൾ എടുക്കാനേ പറ്റുള്ളൂ. എന്തായാലും നല്ല തിരക്കായി കേട്ടോ. രാത്രി നല്ല തിരക്കായി, നല്ല രീതിയിൽ തിരക്കായി. ഇപ്പം ഞാൻ നിൽക്കുന്നത് എടപ്പള്ളിയിലാണ്. എടപ്പള്ളി ലുലുവിൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. വണ്ടി സ്റ്റാർട്ടിങ് ഇട്ടിരിക്കുക. അവിടെയായിരുന്നു എനിക്ക് ലാസ്റ്റ് ഒരു ഡ്രോപ്പ് ഉണ്ടായിരുന്നു. ആ ഡ്രോപ്പ് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും വൈകുന്നേരം 10 മണിയൊക്കെ വരെ, നൈറ്റ് 10 മണി വരെയൊക്കെ നിൽക്കാന്നുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. നന്നായിട്ട് പകല് ട്രിപ്പുകളൊന്നും ഇല്ലയെന്ന് പറയാനും ചൂടും അതുപോലെ വെയിലും ഒക്കെ കാരണം നല്ല ക്ഷീണമുണ്ട്. അപ്പം പറ്റുന്ന നേരം ഓടും. ശേഷം നാളെ പിടിക്കാന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. നാളെ നമുക്ക് ഇതുപോലെ ആയിരിക്കും. നാളെ നമ്മൾ രാവിലെ ഇറങ്ങും. അപ്പം
എന്തായാലും നാളെ രാവിലെ ഇറങ്ങുമ്പോൾ കുറച്ചുകൂടെ ട്രിപ്പുകൾ കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതായത് ഒരു ട്രിപ്പ് രാവിലെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഫ്ലോയിലങ്ങ് പൊക്കോളും. പിന്നെ അത് നമ്മൾ രാവിലെ ഇറങ്ങാൻ താമസിച്ചൊരു 10-11 മണി ആയി കഴിയുമ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാലാണ് പിന്നെ ട്രിപ്പുകൾ കിട്ടാൻ പാടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നാളെ രാവിലെ ഇറങ്ങുക. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വെച്ച് നോക്കി മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ഇവിടെ കഴിയുമ്പോൾ ഫുഡ് അടിക്കണം, അല്ലെങ്കിൽ ഫുഡ് വാങ്ങി വെക്കണം. രാവിലെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ചുള്ളൂ. ചായ കുടിക്കാൻ പറ്റിയില്ല. ചായ കുടിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ആ സമയമൊക്കെ ആയപ്പോഴത്തേക്കാണ് രണ്ട് ട്രിപ്പ് കിട്ടിയത്. അപ്പോൾ പിന്നെ നമ്മൾ ചായ കുടിക്കാൻ പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ ചായ കുടിച്ചില്ല. ചെറിയ തലവേദനയൊക്കെ എടുക്കുന്നുണ്ട്. ചായ കുടി അങ്ങനെ പതിവില്ല. പക്ഷേ ഇവിടെ നമ്മൾ ഈ ഇത്രയും ചൂടിൻ്റെ അകത്തേക്ക് പെട്ടെന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഇനി ഒരാഴ്ച നമ്മൾ ആവണം. അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിനി വൈകുന്നേരം ഫുഡൊക്കെ മേടിക്കണം. ഇവിടെ നിന്ന് സൗകര്യമുള്ളൊരു കടയിൽ ഇവിടെ ഓരോടത്ത് നമുക്ക് ഇത് ഉണ്ടല്ലേ. ഇപ്പോൾ നമുക്ക് ഈ നിലയിൽ ഓരോടത്തും വണ്ടി ഇടാൻ പറ്റില്ല. അത് നോ പാർക്കിങ്ങിലായിട്ടിരിക്കുന്നത്. ആ വണ്ടി നോ പാർക്കിംഗ് ആയിട്ടിരിക്കുന്നത്. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അന്നേരം നമുക്ക് പെറ്റി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വണ്ടി ഇടാൻ പറ്റുന്ന സ്ഥലത്ത് നോക്കി വണ്ടി ഇടാൻ പറ്റുള്ളൂ. നോ പാർക്കിംഗ് നോക്കണം. പാർക്കിംഗ് ചെറിയ പാർക്കിംഗ് ഇതേപോലെ തന്നെ പാർക്കിംഗ് എന്നുള്ള ബോർഡ് നമുക്കുണ്ട്. പക്ഷേ അതിനകത്ത് അത് ചിലപ്പോൾ ഒരു 1/2 കിലോമീറ്റർ പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് വേണം വണ്ടി ഇടാം. അപ്പോൾ അതിനടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറാനേ പറ്റുള്ളൂ. ഞാനിവിടെ സ്ഥിരം കയറുന്നൊരു ഹോട്ടലുണ്ടായിരുന്നു. പക്ഷെ അവിടെ നമുക്കിപ്പം എങ്ങനെയാണെന്നറിയില്ല. എന്തായാലും വൈകുന്നേരം അവിടെ നിന്നാണെങ്കിലും കഴിക്കാം, പാർസൽ മേടിക്കാമെന്ന് ഓർത്തായിരിക്കുന്നത്. നമ്മൾ ഈ തട്ടുകട കഴിക്കാൻ വന്നതാണ് കേട്ടോ. കഴിക്കാൻ വന്നപ്പോൾ പിന്നെ പാർസൽ മേടിക്കാമെന്ന് വെച്ചു. വണ്ടിക്കകത്ത് എൻ്റെ കൂടെ ഓടിക്കൊണ്ടിരുന്നൊരു സുഹൃത്താണ്. പാവം വന്നായിരുന്നു എന്നെ കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ചൊന്ന് വണ്ടിക്കകത്തിരുന്ന് കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തു. 5 സ്റ്റാർ തട്ടുകട എന്ന് പറയുന്നൊരു കടയിൽ നിന്ന്. ഇത് എടപ്പള്ളി വൈറ്റില റോഡാണ് പോകണം. അവിടെ ഇച്ചിരി ഉള്ളിലുള്ള സ്ഥലമാണ്. കഴിക്കാൻ അവിടെ പാർസൽ പറഞ്ഞിട്ടുണ്ട്. അവരെടുത്തുകൊണ്ടിരിക്കുക. അതിനവിടെ ഫ്രഷ് ലൈൻ പറഞ്ഞിട്ട് നിൽക്കുന്നു. അങ്ങനെ പരിചയപ്പെടുത്താം കേട്ടോ. വണ്ടിയിൽ പോയിരിക്കും നമുക്ക് സമാധാനപ്പെടും. ഇതാണ് അവൻ്റെ വണ്ടി. അവൻ്റെ വണ്ടി ഡിസയറാണ്. എന്തായാലും നമുക്ക് വണ്ടിയിൽ പോയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ മേടിച്ച് വന്നു കേട്ടോ. കഴിക്കാനായിട്ട് ഫുഡൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇതാണ് അജ്മൽ. എടാ നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ ഹായ് പറഞ്ഞേ. ഹലോ. നമ്മുടെ സ്വന്തം അനിയനെപ്പോലുള്ള പയ്യനാണ് കേട്ടോ. ഞങ്ങൾ ഫുഡൊക്കെ മേടിച്ച് വണ്ടി വെച്ച് കഴിക്കാനുള്ള പ്ലാനില്ല. ഞാൻ മേടിച്ച് പൊറോട്ടയൊക്കെയാണ്. പൊറോട്ടയും ചിക്കനും. നീ എന്നാ മേടിച്ചത്? ദോശയും സിംഗിൾ ഓംലെറ്റ് മേടിച്ച് തട്ടാനുള്ള പരിപാടിയാണ്. ഞാൻ പറഞ്ഞായി പുള്ളിയോട് നമുക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കണം. അപ്പം പുള്ളിക്ക് വണ്ടിക്കകത്തിരുന്ന് കഴിച്ചാലേ പറ്റും. വണ്ടിക്കകത്തിരുന്ന് കഴിക്കുന്ന ഒരു വൈബ്. അതുകൊണ്ട് ഞങ്ങൾ വണ്ടിക്കകത്തിരുന്ന് കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ കഴിക്കാൻ പോവാണ്. ഇനിയിപ്പോൾ നാളെ രാവിലെ ഇറങ്ങാനുള്ള പ്ലാനിലായിരിക്കുന്നത്. എപ്പോഴാണ് ഇറങ്ങുന്നത്? ഞാനൊരു 5:30-6 മണിയൊക്കെ ഇറങ്ങണം. 5-6 മണി എന്നൊക്കെ പറഞ്ഞൊരു 6 ഒക്കെ ആവും. അപ്പം എന്തായാലും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.